നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. ഡിഫറൻസിയേഷൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ഇത് ബൈ ഹാർട്ടാക്കിയാൽ മതി. ഇതേപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ആദ്യത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് വരുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈ ഫോർമുല പ്രകാരം 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 വരും, അഥവാ 3x² വരും. വേറൊരു എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 20 ആണെങ്കിലോ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആയതുകൊണ്ട് 20 ഇൻറ്റു എക്സ് റേസ് ടു 20 മൈനസ് 1, അഥവാ 20 ഇൻറ്റു എക്സ് റേസ് ടു 19 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ക്ലിയർ ആയല്ലോ. ഇത് ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയതാണ് ഞാനിവിടെ. ബൈ ഹാർട്ടാക്കി വെക്കുക. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. വേറൊരു ബൈ ഹാർട്ടാക്കേണ്ട റിസൾട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്. പ്രൂഫായിട്ട് വേണ്ട, ബൈ ഹാർട്ടാക്കിയാൽ മതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റിസൾട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് 1 ആണല്ലോ. അപ്പോൾ ഈ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്രകാരം എക്സ് റേസ് ടു 1ൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 ആയിരിക്കും വരാം. അതായത് എക്സ് റേസ് ടു 0 എന്ന് വരും. എക്സ് റേസ് ടു 0 1 ആണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ബൈ ഹാർട്ടാക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അടുത്ത റിസൾട്ട് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് ബൈ ഹാർട്ടാക്കി വെക്കുക. റൂട്ട് എക്സിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഈ റൂള് പ്രകാരം. കാരണം റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാമല്ലോ, അല്ലേ? റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു ഹാഫ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ അത് എക്സ് റേസ് ടു എൻ ഫോമിലാണല്ലോ. അപ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 വരും. എന്നിട്ട് അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. പക്ഷെ നമ്മളത് ബൈ ഹാർട്ടാക്കാനുള്ളതാണ്. ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ടാക്കാനുള്ളതാണ്. 1/2 റൂട്ട് എക്സ്. ഇങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. ഞാൻ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഇനി അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ബൈ ഹാർട്ടാക്കി വെച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10ൻ്റെ ഡെറിവേറ്റീവ് 0, 100ൻ്റെ ഡെറിവേറ്റീവ് 0. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അടുത്തത് ബൈ ഹാർട്ടാക്കേണ്ട റിസൾട്ടുകളാണ് ഇതെല്ലാം. അടുത്തത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് കോസ് എക്സ് ആണ്. പ്രൂഫെല്ലാം നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിതെല്ലാം ബൈ ഹാർട്ടാക്കണം. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇനി അടുത്തത് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ബൈ ഹാർട്ടാക്കാം. ഇനി അടുത്തത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec²x. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അതിൻ്റെ പ്രൂഫ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ഡിഫറൻസിയേഷൻ്റെ ഒരു കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്, അത് ഉപയോഗിച്ചിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിത് ബൈ ഹാർട്ടാക്കി വെക്കണം. കേട്ടല്ലോ? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അടുത്തത് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് cosec²x. ആൻഡ് നെക്സ്റ്റ് കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x. ഈ 9 സ്റ്റാൻഡേർഡ് റിസൾട്ടും ബൈ ഹാർട്ടാക്കണം. ഓക്കെ.